Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ഈ ഡയലോഗ് സത്യം പറഞ്ഞാൽ മാർക്കോ എന്ന സിനിമയ്ക്കാണ് ഏറ്റവും കറക്റ്റ്. കാരണം വയലൻസിൻ്റെ അങ്ങേയറ്റമാണ്. വയലൻസിന് വേണ്ടി ഒരു സിനിമ എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു യങ് ജനറേഷൻ ഇത് കൊണ്ട് ആഘോഷിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. തിയേറ്ററിൽ അതുപോലുള്ളൊരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് മാർക്കോ എന്ന സിനിമ നമ്മൾ കണ്ടുമറന്ന ഒരു പ്ലോട്ട് തന്നെയാണ്. പക്ഷേ എങ്ങനെ ഈ ചിത്രത്തിൽ ആക്ഷനും വയലൻസും വന്നു എന്നത് കാണാൻ വേണ്ടി ഒരു പുതിയ പരീക്ഷണം എന്ന രീതിയിൽ ഈ ചിത്രത്തെ നമുക്ക് സമീപിക്കാൻ കഴിയും. അത്രയ്ക്ക് വലിയൊരു പരീക്ഷണം തന്നെയാണ് മലയാള സിനിമയിൽ നടത്തിയിരിക്കുന്നത്. മോളിവുഡിൽ ഇതാദ്യമാണ്. മോളിവുഡിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ആദ്യമായാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വയലൻസ് ഞാൻ ഹോളിവുഡിൽ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. നമുക്ക് സ്ലാഷ് ആൻഡ് കട്ട് സീരീസിലുള്ള സിനിമകളുണ്ടല്ലോ, ഹൊറർ ജോണറിൽ, ആ ജോണറിൽ വരുന്ന സീരീസിൽ പലരെയും കഴുത്തും കട്ടും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അതൊരു ആക്ഷൻ സിനിമയിൽ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? അതാണ് മാർക്കോയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പ്ലോട്ട് ഒരു പഴയ പ്ലോട്ടാണ്, നമുക്കറിയാവുന്നൊരു പ്ലോട്ടാണ്. അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് മികച്ച രീതിയിലുള്ള ക്യാമറ വർക്കിലൂടെയും BGMയിലൂടെയും അതിൻ്റെ ഒരു ക്രിയേഷനാണ് ഈ സിനിമ കാണേണ്ടത്. മാർക്കോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമയാണ്. ഉണ്ണിമുഖം തന്നെ ഒരു രക്ഷയുമില്ല, സ്റ്റൈലായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ലോ മോഷനും BGMും ഒക്കെ രബി ബസ്രൂറിൻ്റെ BGM ഒന്നും പറയാനില്ല, അതിൻ്റെ ഒരു അയ്യരുകളിയായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ BGMൻ്റെ ഒരു അതിപ്രസരം അത്ര ഗംഭീരമായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കങ്കുവ പോലെ അരോചകമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്കറിയാവുന്ന ഓരോ ക്യാരക്ടറും, മിഖായിൽ എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ ക്യാരക്ടറാണ് ഇതിനകത്ത് വരുന്നത്, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. എന്നാൽ അതിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അമൽനീരദൊരുക്കിയ ഭീഷ്മപർവം എന്ന സിനിമയുടെ ഒരു മേക്കിംഗ് ആണ്. അത് കോവിഡ് സമയത്തായിരുന്നല്ലോ ഭീഷ്മപർവം എന്ന സിനിമ ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ ലിമിറ്റേഷനുണ്ട്, ലൊക്കേഷനൊക്കെ വളരെ കുറവാണ്. ഒരു വീട്ടിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ, അങ്ങനെ ഇല്ലെങ്കിൽ ഫൈറ്റ് വേറെ സ്ഥലത്ത്, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. ഇതും അങ്ങനെ ലൊക്കേഷനൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല. തുടക്കം മുതൽ അവസാനം വരെ അടിയാണ്. ഫൈറ്റിന് വേണ്ടിയിട്ടൊരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതിശോക്തിയായിപ്പോൾ, എന്നാൽ അത് പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. കില്ല എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം ഒരു കഥ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് സർവൈവലായിരുന്നു, ഫൈറ്റും അങ്ങനെയുള്ള രീതി. ഇതും ആ രീതി തന്നെയാണ്, പക്ഷേ പ്ലോട്ട് വേറെയാണെന്നേ ഉള്ളൂ. സർവൈവൽ അല്ല, പക്ഷേ ആക്ഷനാണ്. ചില സംഭവങ്ങൾ നടക്കുന്നു ആദ്യം തന്നെ, അതുമായി ബന്ധപ്പെട്ട് മാർക്കോ വരുന്നു. പിന്നീട് മാർക്കോയുടെ ഒരു വിളയാട്ടമാണ്, എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ഫൈറ്റ് എന്നതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഉണ്ണിമുകുന്ദൻ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും ഗംഭീരമാണ്, ആക്ഷനിലുള്ള വരുന്ന ഒക്കെ എല്ലാവരും ഗംഭീരമാണ്. പക്ഷേ ഇതിനകത്ത് വില്ലനായെത്തിയ നമ്മുടെ സ്വന്തം തിലകൻ്റെ കൊച്ചുമകൻ, അതായത് ഷമ്മി തിലകൻ്റെ മകൻ, ഇതിനകത്ത് വില്ലനായെത്തി ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ. ഇനിയൊരു നമുക്ക് പറയാം, മലയാളത്തിലൊരു പ്രോപ്പർ വില്ലൻ ജനിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനിയും ഗംഭീര വില്ലൻ വേഷങ്ങൾ പുള്ളിയെ കാത്തു വെച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു സിനിമ കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഗംഭീര ലുക്കായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ലുക്കാണ്. ഉണ്ണിമുകുന്ദനും ഇപ്പം പറയാനുണ്ട്, പിന്നെ വില്ലനായെത്തിയ ഷമ്മി തിലകൻ്റെ മകൻ, പുള്ളിയുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പുള്ളിയും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം വരുന്ന വേറും പുള്ളിയുണ്ട്, അത് നമുക്കറിയാവുന്ന ഒരാളാണ്. നമ്മൾ വലിയ വലിയ സിനിമകൾ കണ്ടിട്ടുണ്ട്, നോർത്ത് ഇന്ത്യക്കാരൻ, പുള്ളിയും അതിഗംഭീരമായിരുന്നു. പക്ഷേ കുറച്ച് നേരത്തേക്കുള്ളായിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ വിളയാട്ടമായിരുന്നു. സ്ലോ മോഷന് വന്നിറങ്ങുക, കൂളിംഗ് ഗ്ലാസ്, കോട്ടിൽ നിന്ന് കോട്ട് ഊരുന്നതേ ഇല്ല, ഫുൾ ടൈം കോട്ടില്ല. ഞാൻ വലിയ വേറെ ഡ്രസ്സൊന്നും ഇല്ലയെന്ന് വെച്ച് എപ്പോഴും ഒരു കറുത്ത കോട്ടും. പക്ഷേ അത് ലുക്കായിരുന്നു, കുറച്ച് അധികമായിരുന്നോ എന്നൊരു തോന്നൽ തോന്നി, പക്ഷേ കുഴപ്പമില്ല. പിന്നെ സൽമാൻ ഖാനാണൊക്കെ ബോഡിയൊക്കെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ സ്റ്റൈൽ എനിക്കൊരു ഐക്കോണിക് സ്റ്റൈലായി മാറും എന്നാണ് തോന്നുന്നത്. ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കോയുടെ ഇനിയും പാർട്ടുകൾ ഇറങ്ങാനുള്ള സാധ്യതയിലേക്കാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത്, ചിത്രത്തിൻ്റെ അവസാനം ടൈറ്റിൽ എൻഡ് ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോൾ ആരും എണ്ണീറ്റ് പോകരുത്. അതിന് ശേഷവും കുറച്ച് സീനുണ്ട്, അതുകൂടെ കണ്ടിട്ടേ പോകുള്ളൂ. വയലൻസിൻ്റെ അങ്ങേയറ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് വയലൻസ് പോകുന്നത്. കുട്ടികളെയും കുടുംബങ്ങളെയും ഒന്നും എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ കണ്ടിരിക്കുമെന്ന്, അത്രയ്ക്ക് വയലൻസ് ആണ്. അരോചകമായ വയലൻസ് എന്നൊക്കെ പറയത്തില്ലേ, ഇച്ചിരി പാടാണ് കണ്ടിരിക്കാൻ, അത്രയ്ക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കണം. ആസ്വദിക്കുകയല്ല, പേടിപ്പെടുത്തുന്ന രീതിയാണ്. ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു മോട്ടീവ് വേണമല്ലോ. എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മോട്ടീവ് വിട്ട് തന്നാലേ നമുക്ക് അവനെ കൊല്ലടാ, നമുക്ക് ഇടിക്കടാ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് അവസാന ക്ലൈമാക്സിൽ.
അത് കഴിഞ്ഞ് ഉണ്ണിമുകുന്ദൻ്റെ ഒരു വിളയാട്ടമുണ്ട്, അതിന് ഭയങ്കര വിസിലടിയൊക്കെ ആയിരുന്നു. പ്രേക്ഷകർ ഭയങ്കര രീതിയിൽ ആഘോഷിക്കുന്നു. ഇപ്പോഴത്തെ ഒരു തലമുറയുണ്ടല്ലോ, അത് കൂടുതൽ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന തലമുറയാണ്. അവർക്ക് അത്രയും വലിയ വയലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. KGF പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, വിക്രം പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് എത്രമാത്രം ആക്ഷനോടും വയലൻസിനോടും താല്പര്യമുണ്ടെന്ന്. ഇതിൻ്റെയൊക്കെ ആ 10 മടങ്ങ് അപ്പുറമാണ് മാർക്കോയിലെ വയലൻസ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഹൈ മൊമെൻറ്റുകൾ ഉണ്ട്, മുകുന്ദൻ്റെ ഗംഭീരമായ ഹൈ മൊമെൻറ്റുകളുണ്ട്. ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ഹെലിവേറ്റ് ചെയ്യുന്ന മൊമെൻറ്റുകളുണ്ട്, ഹീറോയിക് മൊമെൻറ്റുകൾ. മുകുന്ദൻ വന്നിറങ്ങുന്നതും അതിനൊപ്പം തന്നെ പല സീനുകളുടെ ആക്ഷൻ സീക്വൻസുകളുടെ തുടക്കമൊക്കെ വിസിലടിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന സീനുകളാണ്. അതൊക്കെ ഗംഭീരമായിട്ട് ആസ്വദിക്കുകയും ചെയ്യാം. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നെങ്കിലും അവസാനം കാണിച്ച വയലൻസ് ഇച്ചിരി കൂടുതലാണ്, ഭയങ്കരമായിട്ട് കൂടുതലായി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോളിവുഡ് സിനിമകളിൽ പോലും ഇത്രയും ഒരു വയലൻസ് ആക്ഷൻ സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്ലാഷ് ആൻഡ് കട്ട് സീരീസിൽ വരുന്ന സിനിമകളുണ്ടല്ലോ, സോ പോലുള്ള സിനിമകൾ, അതിനകത്തിലെ കെണിയൊക്കെ വെച്ചിട്ട് തല വെട്ടുക, കഴുത്ത് വെട്ടുക, കാല് വെട്ടുക എന്നൊക്കെ പറയുന്ന സീനുണ്ട്. അതൊക്കെ നമ്മളെ പച്ചയായിട്ട് കാണിക്കുമല്ലോ, ഈവിൾ ഡെഡ് പോലെ. പക്ഷേ അതിന് ജോണെന്ന് പറഞ്ഞാൽ ഹൊററാണ്. ഇത് ഹൊററല്ലല്ലോ, ആക്ഷൻ പടത്തിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഇങ്ങനൊരു മൊമെൻ്റ് ആണല്ലോ. പലരും ആസ്വദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചാൽ ആ സമയത്ത് സൈലൻ്റായി പോകും നമ്മൾ, പക്ഷേ ആസ്വദിച്ച് അടുത്ത സീനിലേക്ക് പോകുന്നവരുണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല കുടുംബ പ്രേക്ഷകർ സമീപിക്കുമോ എന്ന്. ഒരു പ്രാവശ്യം കണ്ടവർക്ക് ചിലപ്പം ഇതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാൻ കാണുമായിരിക്കും, അങ്ങനെയുള്ള സീനുകളുണ്ട്, അതൊക്കെ സൂക്ഷിച്ച് വേണം കാണാൻ എന്നൊക്കെ പറയുന്നത്. യങ് ജനറേഷൻ എന്തായാലും കയറി കാണുമെന്നതിൽ യാതൊരു സംശയമില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും മാർക്കോയിലുണ്ട്. BGMഉം ക്ലാസ് മൊമെൻറ്റുകൾ നൽകുന്ന സ്ലോ മോഷൻ സംഭവങ്ങളും ഹൈ തരുന്ന സ്ഥലങ്ങളും ആക്ഷൻ്റെ പീക്ക് മൊമെൻറ്റുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്ഷനിൽ വരുമ്പോഴത്തേക്ക് പുതിയ കുറച്ച് ആക്ഷൻ രീതികളൊക്കെ കാണിക്കാമെന്ന് തോന്നി. പുതുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാവരും വന്ന് അടിക്കുകയും റൗണ്ടിൽ വന്ന് നിൽക്കുകയും പുറകിലുള്ളവർ അടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരെ അടിക്കുന്നത് അവരിങ്ങനെ നിൽക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അതൊക്കെ പണ്ട് മുതലേ നമ്മൾ കാണാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് അടിയുണ്ട്, അത് ഹോളിവുഡ് സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. ജോൺ വിക്കൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചില മൊമെൻറ്റുകളിൽ നിന്ന് നമുക്ക് പരാതിയൊന്നും വരാത്തത്. അത് അവർ ഗംഭീരമായിട്ട് ചെയ്തു വെക്കും. അതിൻ്റെ ഒരു പാറ്റേൺ പിടിച്ചിട്ടാണ് മാർക്കോയിലും മുകുന്ദൻ്റെ കഥാപാത്രം ആക്ഷൻ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനീഫ് അദേനി ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഡയലോഗുകളൊക്കെ വളരെ കുറവാണ്, നമുക്കറിയാമല്ലോ ഡയലോഗുകൾ. ഇതിനു മുമ്പുള്ള മിഖായലിൻ്റെ ഡയലോഗും ഗ്രേറ്റ് ഫാദറിൻ്റെ ഡയലോഗും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഓരോരോ കോട്ട് പോലെ പറഞ്ഞ് അങ്ങ് നിർത്തും. അതുപോലത്തെ ഡയലോഗുകളാണ് കൂടുതലും. പിന്നെ മുകുന്ദൻ്റെ ഡയലോഗ് ഡെലിവറി അത്ര പോരാ, അത് നമുക്ക് പണ്ട് മുതലേ അറിയാം. മുകുന്ദൻ്റെ അത്ര മാസ് ഇട്ട് പറയാനായിട്ട് ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്, നല്ല ബേസൊക്കെ കൊടുത്തിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് എറിച്ചില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ അടിപൊളിയായിരുന്നു. ഇമോഷൻസ് വരുന്ന സീനുകളൊക്കെ ഉണ്ട്. മുകുന്ദന് ഇമോഷൻ ഇല്ല, ബാക്കിയുള്ള നമുക്ക് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ നമുക്ക് ക്രിയേറ്റ് ആകുകയും ചെയ്യും. എന്തായാലും ഒരു ഹൈ എനർജി നൽകുന്ന ഒരു ചിത്രമാണ് മാർക്കോ. എനർജി ലെവൽ പമ്പ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഇടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കില്ല് എന്ന സീരീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ഒരു മോട്ടീവ് വരും, പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഫൈറ്റുകളാണ്. അതുപോലൊരു രീതിയിലാണ് ചിത്രം പോകുന്നത്. ഇത് പിന്നെ നായകൻ്റെ എലവേഷൻ സീനുകളൊക്കെ ഉണ്ട്. നായകൻ മാർക്കോ എന്ന് പറയുന്ന ആൾ എന്തായിരുന്നു, എന്താണ്, നീ എന്താകും എന്നൊക്കെയുള്ള മൊമെൻറ്റുകളൊക്കെ നമുക്ക് അതിനകത്ത് കണ്ടു പോകാം. KGF ഒക്കെ മാറി നിൽക്കും ഇതിൻ്റെ വയലൻസിന് മുന്നിൽ. ഇങ്ങനൊരു വയലൻസ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമ അതിനെ കണ്ടിട്ടുണ്ടോയെന്ന്. ആ വയലൻസിനെ കുറിച്ചായിരിക്കും ഇനി വലിയ രീതിയിലുള്ള ചർച്ചകൾ വരാൻ പോകുന്നത്. എന്തായാലും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ആദ്യ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചതും. കാരണം അവരെല്ലാം എൻജോയ് ചെയ്ത് തന്നെയാണ് ഇറങ്ങിപ്പോയത്. എല്ലാവരും യങ് ജനറേഷനിലുള്ള പിള്ളേർ തന്നെയായിരുന്നു. അവർക്ക് സൂഹിക്കാൻ പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മാർക്കോയിലുണ്ട്. അതുതന്നെയാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുമുണ്ട്. പിന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങളുണ്ട്. ഇനി എല്ലാവരും ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. എല്ലാവർക്കും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. ഈ വയലൻസ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അവസാന ക്ലൈമാക്സ് വരുമ്പോഴാണ് ഇത്രയും പ്രശ്നം വരുന്നത്. ഫസ്റ്റ് ഹാഫിന് വലിയ പ്രോബ്ലം ഇല്ല, അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ഇത്രയും വലിയ വയലൻസിലോട്ട് സിനിമ അങ്ങോട്ട് കയറുന്നത്. അതാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാനൊക്കെ നല്ലതുപോലെ ആസ്വദിച്ചു. ഗംഭീര പടമാണ്, മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സിനിമയാണ്. കങ്കുവോ പോലെ അരോചകമൊന്നുമായിട്ടുള്ള മ്യൂസിക്കോ ഒന്നും വരുന്നില്ല.
ഉണ്ണി മുകുന്ദനൊക്കെ അതിനകത്ത് നല്ലപോലെ അലരുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, സൗണ്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ ഏക ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ ആദ്യം കുറച്ച് നന്ദി പറയുന്നുണ്ട്. ഒരു ലോഡ് നന്ദിയാണ്. അതാണ് ചിത്രത്തിന് ഏറ്റവും വലിയ ഒരു ലാഗ് എന്ന് എനിക്ക് തോന്നി. നന്ദി കൊണ്ട് വയ്യ. അയ്യോ, നന്ദി എഴുതി കാണിച്ച് എനിക്കൊന്ന് ആദ്യ പ്രൊഡക്ഷൻ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറച്ചിലായിരിക്കാം. എല്ലാവർക്കും നന്ദി പറഞ്ഞപ്പോൾ കുറച്ച് ലാഗായിപ്പോയി സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ട്. സിനിമ തുടങ്ങാൻ നമുക്ക് ഒരു ആകാംക്ഷയിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനെ നന്ദി പറഞ്ഞത്. അങ്ങനെ അതാണ് മാർക്കോ ഗംഭീര സിനിമയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. പിന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നു എന്നതാണ്.